നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സർക്കാർ ലക്ഷണമൊത്ത അധോലോക സംഘമെന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഭരണപക്ഷ എംഎൽഎയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടതു സർക്കാർ രാജിവെക്കണം. മുഖ്യമന്ത്രിയുടെയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെയും മൗനം ദുരൂഹമെന്നും കെ സുരേന്ദ്രൻ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിനു മുമ്പ് നൽകണമെന്ന് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU. ഇതുൾപ്പെടെ 8 ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധം. താലൂക്ക് ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. ഒറ്റപ്പാലം വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി. പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയായ ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണം. 3, 4 തീയതികളിൽ ക്വാറിക്ക് മുന്നിൽ രാപ്പകൽ സമരം. ബൗദ്ധിക രക്തസാക്ഷികളുടെ സ്മരണയിൽ കുഴൽമന്ദത്ത് കേരള യുക്തിവാദി സംഘത്തിന്റെ സംവാദം. യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റി സംവാദം സംഘടിപ്പിച്ചത് തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തിൽ. തലമുറകൾ തമ്മിലുള്ള ആശയ സംഘർഷം കാലത്തിന്റെ അനിവാര്യതയെന്ന് വിലയിരുത്തൽ. വാർത്തകൾ വിശദമായി. ഭരണപക്ഷ എംഎൽഎയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയുടെയും മൗനം ദുരൂഹമാണെന്നും സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ഇടതു സർക്കാർ ലക്ഷണമൊത്ത അധോലോക സംഘമായി മാറിയെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലേത് സർക്കാരല്ല അധോലോക സംഘമാണെന്ന് കെ സുരേന്ദ്രൻ ആക്ഷേപിച്ചു. അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഭരണപക്ഷ MLA നടത്തിയത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയോ CPM സംസ്ഥാന സെക്രട്ടറിയോ ശബ്ദിക്കുന്നില്ല. കേരളത്തിൽ സമ്പൂർണ്ണ നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളെയും കള്ളക്കടത്ത് നടത്തുന്നവരെയും ADGP സംരക്ഷിക്കുകയാണ്. മയക്കുമരുന്ന് സംഘങ്ങളെ SP അടക്കമുള്ളവർ സംരക്ഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ചേർന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും മാഫിയ പ്രവർത്തനങ്ങളും നടത്തുകയാണ്. കേരളം ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായ ആരോപണമാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രിയോ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ശബ്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച പൂർണ്ണമായിട്ട് തകർന്നുവെന്നാണ് അത് മനസ്സിലാക്കുന്നത്. സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളല്ല, CPMന്റെ തന്നെ MLA ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് സംഘങ്ങളും കൊലയാളി സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയകളും അവിടെ പ്രവർത്തിക്കുന്നതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരെയും അത് കഴിഞ്ഞ് സ്വർണം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നവരെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ADGP സംരക്ഷിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിനും കൊട്ടേഷൻ സംഘങ്ങൾക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP നേതൃത്വം നൽകുന്നു. മയക്കുമരുന്ന് സംഘങ്ങളെ SP അടക്കമുള്ള ആളുകൾ സംരക്ഷിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് മാഫിയ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. പോലീസിനെ അതിൽ ഉപയോഗിക്കുന്നു. മയക്കുമരുന്ന് സംഘങ്ങൾക്കുള്ള സഹായം ചെയ്യുന്നു. കൊലപാതകങ്ങൾ നടത്താൻ പോലും മടിയില്ലാത്തവരാണ്. നോക്കൂ, കേരളം ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായ ആരോപണമാണ്. ആരോപണങ്ങൾ തെറ്റെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഫോൺ ചോർത്തുന്നത് രാജ്യദ്രോഹമാണ്. ഒരന്വേഷണത്തിന് ഉത്തരവിടാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികതയില്ലെന്നും സർക്കാർ രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. PV അൻവർ MLAയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതെന്ന വാദം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ആ വിഷയം ഇപ്പോൾ പ്രധാനമല്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
8 ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസുകളിലേക്ക് കേരള ആർട്ടിസൻസ് യൂണിയൻ CITU മാർച്ച്. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ തൊഴിലാളി മാർച്ച് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നെടുവത്തൂർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകുക, കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് സെസ് പിരിവ് ഊർജിതമായി നടത്തുക, സെസ് പിരിവിനെതിരെയുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കുക, നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക, കമ്പി, സിമന്റ്, മറ്റ് നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക തുടങ്ങി 8ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ആർട്ടിസൻസ് യൂണിയൻ CITU ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നെടുവത്തൂർ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷോഭത്തിലൂടെ ഉയർത്തിയ ഡിമാൻഡുകൾ തന്നെയാണ് കേരള ആർട്ടിസൻസ് യൂണിയനും ആവർത്തിക്കുന്നത്. ഈ മുദ്രാവാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഗവൺമെന്റ് വിരുദ്ധ പ്രചാരകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിലൂടെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രചാരവേലകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിയൻ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി M. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S. കൃഷ്ണദാസ്, K. ഭാസ്കരൻ, TP ഭാസ്കരൻ, K. കനകരാജൻ, KK ചന്ദ്രൻ, PK ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അനീതിയും ഇരട്ടത്താപ്പും ആരോപിച്ച് ഷൊർണൂർ സെക്കൻഡ് വില്ലേജ് ഓഫീസിനു മുന്നിൽ കൗൺസിലറുടെ കുത്തിയിരിപ്പ് സമരം. ഭൂനികുതി കുടിശ്ശിക സംബന്ധിച്ച സമാന വിഷയത്തിൽ വില്ലേജ് ഓഫീസർ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചെന്ന് ആരോപിച്ചാണ് കൗൺസിലർ ഷൊർണൂർ വിജയൻ പ്രതിഷേധിച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നയം അവസാനിപ്പിക്കുക, രണ്ടുപേർക്ക് രണ്ട് നീതിയുള്ള ഈ വില്ലേജ് ഓഫീസർ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുക. ഭൂനികുതി കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറായി വില്ലേജ് ഓഫീസിലെത്തിയ രണ്ടുപേർക്ക് 2 തരം അനുഭവമുണ്ടായെന്നാണ് കൗൺസിലറുടെ ആരോപണം. തന്റെ വാർഡിലുള്ള ഒരു വ്യക്തിയോട് കുടിക്കട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും പലതവണ ഓഫീസിലേക്ക് നടത്തിക്കുകയും ചെയ്ത വില്ലേജ് ഓഫീസർ ഇതേ പ്രശ്നവുമായി വന്ന മറ്റൊരാൾക്ക് ബാഹ്യപ്രേരണയിൽ ഒരു രേഖയും ഹാജരാക്കാതെ നികുതി അടയ്ക്കാൻ സൗകര്യമൊരുക്കിയെന്ന് കൗൺസിലർ ഷൊർണൂർ വിജയൻ ആരോപിക്കുന്നു. 15 കൊല്ലം നികുതി അടയ്ക്കാത്ത കാരണം പറഞ്ഞിട്ടാണ്. അതെങ്ങനെയാണ് 2 നീതി ഉണ്ടായത്? എനിക്കറിയാമല്ലോ. എൻ്റെ തെളിവിരിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ കരയാണ് 15 കൊല്ലം നികുതി അടയ്ക്കാൻ പറ്റിയില്ല, ശരിയാണ്, ഞാൻ മറന്നു, ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മറ്റൊരാൾക്ക് അടച്ചു കൊടുത്തവര്? അതാണ് എനിക്കറിയുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്ന് സാധാരണക്കാർക്ക് ഇത്തരം ദുരനുഭവമുണ്ടാകുന്നത് ഇതാദ്യമല്ല. ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമ്പോഴും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ജനപ്രതിനിധികളെ അവഹേളിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർ നിലപാടെടുക്കുന്നതെന്നും ഇതിനെതിരെ ഉപവാസം ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഷൊർണൂർ വിജയൻ പറഞ്ഞു. ഞാനൊരു ജനപ്രതിനിധിയാണ്. 40-40 കൊല്ലമായിട്ട് ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റി പല വില്ലേജ് ഓഫീസർമാരും പലതവണ വില്ലേജ് ഓഫീസിലും കയറി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോകുന്നവനാണ് ഞാൻ. ഇത്തരം അനീതി നിറഞ്ഞൊരു അനുഭവം ഈ വില്ലേജ് 2-ൽ നിന്ന് ഈ വില്ലേജ് ഓഫീസർ വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്ന് എനിക്ക് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ കുത്തിയിരിപ്പ് സമരം ഇരിക്കേണ്ടി വന്നത്. കുടിക്കടവും വേണ്ട, രേഖകളും വേണ്ട, 5 മിനിറ്റിനുള്ളിൽ എഴുതി വെച്ചോളൂ 477 എന്നുള്ള തണ്ടപ്പേർ നമ്പറിലേക്ക് നികുതി അടച്ചു കൊടുക്കാൻ അവർ തയ്യാറായി. അതെന്ത് നീതിയാണ്? കുടിക്കട എടുക്കേണ്ട, കടലാസും വേണ്ട, നികുതി അടയ്ക്കാമെന്നും കുടിക്കട എടുത്ത് കടലാസുമായി 2 മാസമായി കാത്തിരിക്കുന്ന നികുതി അടയ്ക്കേണ്ടത് പറയും. അതിൻ്റെ അടിത്തറയിലെ കാരണമാണ് ഞാൻ അന്വേഷിക്കാനെന്ന് ഇവിടെ വന്നത്. എനിക്കറിയണമല്ലോ ഈ വില്ലേജ് ഓഫീസർ നന്നായി പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ലേ, അല്ലെങ്കിൽ ഇത്തരം ഒരു വില്ലേജ് ഓഫീസർ നാട്ടിലെ ജനങ്ങൾക്ക് ഉപദ്രവമാകുമെന്ന് തെളിവ് സഹിതം നിരത്താൻ എൻ്റെ മൊബൈലിൽ എല്ലാ തെളിവും വെച്ചിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. കുടിക്കട എടുത്ത് മനുഷ്യന് തെളിവുണ്ട്, കുടിക്കട എടുക്കാതെ നികുതി അടച്ചാളുടെ തെളിവ് എൻ്റെ ഇരിക്കുന്നത്. ഇതെങ്ങനെ അടച്ചു? ഇത് കൂടാതെ ഇവിടെ 6 മാസം 1 കൊല്ലമൊക്കെ ഒരു മനുഷ്യനെ കളിപ്പിച്ച കടലാസ് എൻ്റെ വീട്ടിൽ പോയിരിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവരാം. ഭൂനികുതി കുടിശ്ശിക അടച്ചു തീർക്കാൻ തയ്യാറായ തന്നെ വില്ലേജ് ഓഫീസർ വട്ടം കറക്കുകയാണെന്ന് പരാതിക്കാരനായ ഷൊർണൂർ പരുത്തിപ്ര വടക്കേക്കര രാജഗോപാലൻ പറഞ്ഞു. ഞാൻ ഈ വില്ലേജ് ഓഫീസിൽ ടാക്സ് അടക്കേണ്ട ആവശ്യത്തിന് ഒരു
15 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും. അയാൾ നാളെ വരാൻ പറയും. നാളെ വരുമ്പോൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ വെറുതെ ആളിട്ടിട്ട് ബുദ്ധിമുട്ടിക്കാൻ ആൾ. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ എന്താ ചെയ്യാൻ, നമ്മളാണ്ട് ഒരു കാര്യങ്ങൾ നടത്തുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഇതിന് കണ്ടെത്തിയാൽ പറ്റും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ കുടിക്കട എടുക്കണമെന്നാണ്. 30 കൊല്ലത്തെ കുടിക്കട ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, വരട്ടെ, നോക്കട്ടെ, കോട്ടയെന്നും പറഞ്ഞിങ്ങനെ ആളിങ്ങനെ പട്ടത്തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ സെക്കൻഡ് വില്ലേജ് ഓഫീസറുടെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ റവന്യൂ മന്ത്രിക്കും വിജിലൻസിനും കളക്ടർക്കും തഹസിൽദാർക്കും പരാതി നൽകുമെന്ന് കൗൺസിലർ ഷൊർണൂർ വിജയൻ വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ സമരം ശക്തിപ്പെടുത്തുമെന്ന് ജനകീയ സമരസമിതി. 3-4 തീയതികളിൽ ക്വാറിക്ക് മുന്നിൽ രാപ്പകൽ സമരം നടത്തും. വരോട് 4-ാം മൈലിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനകീയ സമരസമിതി നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്വാറിക്കെതിരെ ജനകീയ സമരം ശക്തിപ്പെടുത്തുകയാണെന്ന് CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം വരോട് 4-ാം മൈലിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ നിർവഹിക്കും. സെപ്റ്റംബർ 4-ന് രാവിലെ 10 മണിക്ക് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം നഗരസഭ ഉൾപ്പെടുന്ന 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അനങ്ങന്മല. ജില്ലയിലെ മലനിരകളിൽ ചരിത്രപരമായും പാരിസ്ഥിതികമായും ഇതിന് ഏറെ പ്രാധാന്യമുണ്ട്. പ്രദേശത്തെ കുടിവെള്ളം, ശുദ്ധവായു, കാലാവസ്ഥ എന്നിവ നിലനിർത്തുന്നതിൽ അനങ്ങന്മലയ്ക്ക് വിലമതിക്കാനാവാത്ത മൂല്യമാണുള്ളതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം മരണമണി മുഴക്കിക്കൊണ്ട് ഡാർക്ക് സ്റ്റോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം സാധാരണ ജനജീവിതത്തെ വെല്ലുവിളിച്ച് ക്വാറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 ഹെക്ടറോളം സ്ഥലത്താണ് ക്വാറി പ്രവർത്തിക്കുന്നത്. സമീപത്ത് ഉടമയുടെ കീഴിൽ തന്നെ 78.83 ഹെക്ടർ കൂടി സ്ഥലം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. വരോട് ക്വാറി ആക്ഷൻ കൗൺസിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് നാളിതുവരെ തീർപ്പായിട്ടില്ല. ക്വാറി ഉടമയുടെ സ്വാധീനം കൊണ്ട് ലഭിച്ച ഇടക്കാല ഉത്തരവിലാണ് ഇപ്പോൾ പ്രവർത്തനം. ക്വാറിക്ക് 2017 ഒക്ടോബറിൽ ലഭിച്ച പദ്ധതി അനുമതിയിൽ 2018-2019 വർഷത്തിലുണ്ടായ മഴക്കെടുതി മൂലമുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംഭവിക്കുന്ന അപകട സാധ്യത പരിഗണിച്ചിട്ടില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭൂപടത്തിൽ ഗൂഗിൾ മാപ്പിൽ രേഖപ്പെടുത്തിയ പ്രകാരം അനങ്ങന്മലയിൽ 11 ഇടങ്ങളിൽ മണ്ണിടിച്ചിലും വിള്ളലും കാണപ്പെടുന്നുണ്ട്. ഭാവിയിൽ പൂത്തുമല, പെട്ടിമുടി, വയനാട് ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ അനങ്ങന്മലയിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. അനങ്ങന്മലയുടെ താഴ്വാരത്ത് 120-ലധികം കുടുംബങ്ങളും 600-ലധികം ജനസംഖ്യയുമാണുള്ളത്. ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണം. 4 വർഷത്തോളമായി ജനങ്ങൾ സമരപാതയിലാണ്. ക്വാറി പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നാണ് സമിതിയുടെ ആവശ്യമെന്നും ഇതിനായി സമരം ശക്തിപ്പെടുത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഇടക്കാലത്ത് അത് നിർത്തിവെക്കേണ്ടി വന്നു. ജനങ്ങളുടെ പ്രക്ഷോഭം തന്നെയായിരുന്നു കാരണം. ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് തന്നെ വീടുകൾക്ക് ഉള്ളതും അനുഭവപ്പെട്ടിരുന്നു. ഏതാണ്ട് 100ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കേസായിരുന്നു. അതിനെ തുടർന്നാണ് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടപെട്ടു. ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ ഈ കോറി, അനങ്ങമലയിലെ കോറി, അനങ്ങമലയുടെ സവിശേഷത വെച്ചുകൊണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളൊരു പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനം എത്തിക്കാവുന്നതല്ല, ഒരു കോറി പ്രവർത്തനം നടത്താവുന്നതല്ല എന്നുള്ളതാണ് അതിൽ വിദഗ്ധ പഠനം പോലും കണ്ടെത്തിയിട്ടുള്ളത്. അതനുസരിച്ച് ഞങ്ങൾ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള RDOനെ സമീപിക്കുന്നു. അവിടെ കോറി കേസ് കൈകാര്യം ചെയ്യും. ആ കേസിൽ ചെറിയ നീക്കങ്ങളുണ്ടായി. RDO കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ ഒരു പഠനം നടത്തി ബോധ്യപ്പെട്ടു. കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു. RDOന്റെ സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയുകയും ചെയ്തു. പക്ഷെ അതിനെതിരെ കോടതി ഉടമ ഹൈക്കോടതിയിൽ പോയിരിക്കും. അതിൽ ശാസ്ത്രസാഹിത്യ വിഷയത്തിന് കക്ഷി ചേർന്നിട്ടുണ്ട്. ആ കേസ് 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുക. ആ ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വയനാട് ഒരു ദുരന്തം കൂടി വന്ന അവസ്ഥയിൽ മുൻകാലത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വിദഗ്ധ പഠനവും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വയനാട് ആ സ്ഥലത്താണെങ്കിലും 10-15 വർഷം ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായേക്കാമെന്നാണ് നമ്മൾ അറിയുന്നത്. ജനകീയ സമരസമിതി ചെയർമാൻ CP ശശി, കൺവീനർ IM സതീശൻ, NR രഞ്ജിത്ത്, PC സോമൻ, M അക്ബർ അലി, T സബിത, P പരമേശ്വരൻ,
ഒ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുഴൽമന്ദത്ത് കേരള യുക്തിവാദി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംവാദം സംഘടിപ്പിച്ചു. തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തിലായിരുന്നു സംവാദം. ബൗദ്ധിക രക്തസാക്ഷികളുടെ സ്മരണാർത്ഥമാണ് തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കേരള യുക്തിവാദി സംഘം സംവാദം സംഘടിപ്പിച്ചത്. ദബോൽക്കർ, കൽബുർഗി, ഗൗരി ലങ്കേഷ് എന്നിവരുടെ സ്മരണയിലായിരുന്നു സംവാദം. യുക്തിവാദി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി ശബരിഗിരീഷ് മോഡറേറ്ററായി. ഡോക്ടർ യു ജയപ്രകാശ്, കെ പി സരസ്വതി, മേഘനാഥ് കുഴൽമന്ദം എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ചർച്ചയിൽ മാണി പറമ്പേട്ട്, എ ശരവണൻ, ശശിധരൻ പൊറ്റശ്ശേരി, ചേരാമംഗലം ചാമുണ്ണി, വി മിനി എന്നിവർ പങ്കെടുത്തു. ഇത് തന്നെയാണ് നേരെ തിരിച്ച് നമ്മൾ ചിന്തിച്ചാലും ശരിയല്ലേ? തലമുറ മാറുമ്പോൾ ടെക്നോളജി മാറും, കൾച്ചറുകൾ മാറും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പഴയ തലമുറയാണ് നമ്മളെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? പഠിക്കണം, അല്ലേ? പുതിയ തലമുറയ്ക്കൊപ്പം ഓടാൻ നമ്മൾ പഠിക്കണം. തലമുറകൾ തമ്മിലുള്ള സംഘർഷം ആശയ സംഘർഷമാണെന്നും അത് കാലത്തിൻ്റെ അനിവാര്യതയാണെന്നും അതിൻ്റെ പരിണാമം ആശയ സമന്വയത്തിലെത്തുമെന്നും സംവാദം വിലയിരുത്തി. ആധുനിക കാലഘട്ടത്തിൽ തലമുറകളുടെ സമരസപ്പെടൽ ആശാവഹമാണെന്നും അത് സാമൂഹിക പുരോഗതിക്ക് ആക്കം കൂട്ടുമെന്നും സംവാദത്തിൽ അഭിപ്രായമുയർന്നു. ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി അനിൽകുമാർ സ്വാഗതവും പി മീര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്ത് അംഗം വി എം അൻവർ സാദിഖിനെതിരെ CPI. കൃഷിഭൂമി തരിശിട്ടതിനെതിരായ സമരത്തെ അപലപിച്ച അൻവർ സാദിഖ് CPI ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമം അപഹാസ്യമാണെന്ന് CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏക്കർ കണക്കിന് കൃഷിഭൂമി തരിശിട്ടതുമൂലം ചെറുകിട കർഷകർക്ക് വിളയിറക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് BKMUവിൻ്റെ നേതൃത്വത്തിൽ ബോർഡ് സ്ഥാപിച്ചതെന്നും CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിൻ്റെ ഭൂമി തരം മാറ്റാനുള്ള ഉത്തരവിൻ്റെ മറവിൽ ഏക്കർ കണക്കിന് ഭൂമി പറമ്പാക്കി മാറ്റാൻ ശ്രമിച്ചാൽ CPI ശക്തമായി എതിർക്കും. വിമർശനങ്ങൾ നടത്തിയാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും CPI ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന പ്രചരണവും മെമ്പർ നടത്തിവരുന്നുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ടായാൽ 4 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിശുദ്ധ കൂട്ടുകെട്ടിൽ 13 വോട്ടിനാണ് ഈ മെമ്പർ അന്ന് വിജയിച്ചത്. പാർട്ടിയുടെ അസ്തിത്വം ആരും പണയപ്പെടുത്തിയിട്ടില്ലെന്നും നെറുകേടുകൾക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും തങ്കപ്പൻ വ്യക്തമാക്കി. കണ്ണൂർ പഞ്ചായത്ത് മെമ്പർ ഏക്കറക്കണക്കിന് കൃഷിഭൂമി തരിശിട്ടുകൊണ്ട് അതിൻ്റെ പരിസരത്ത് 4 വരയ്ക്ക് കൃഷി നടത്തി അതുകൊണ്ട് ഒരു കൊല്ലം മുഴുവൻ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി കൃഷിയിട്ടവർക്കൊന്നും വിളയിറക്കാൻ പറ്റാതിരിക്കുകയാണ്. ഈ കൃഷിഭൂമി മുഴുവൻ തരിശായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അനുവദിക്കാൻ പാടുള്ളതല്ല. ഇപ്പോൾ അതിന് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തരം മാറ്റൽ നയത്തിന് മണ്ണൂരിലെ CPI എതിരാണെന്നാണ്. ഗവൺമെൻറ് എടുത്തിട്ടുള്ള നയം ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് തരം മാറ്റി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏക്കർ കണക്കിന് ഭൂമി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അത് മുഴുവൻ തരം മാറ്റി ഭൂമിയുടെ തരം മാറ്റി അതിനെ മുഴുവൻ കൊള്ളവിലയ്ക്ക് വിൽക്കാൻ കൂട്ടുനിൽക്കുകയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി പറമ്പാക്കി മാറ്റാനുള്ള ശ്രമം ഉണ്ടായാൽ അത് മണ്ണൂരിലെ കർഷക തൊഴിലാളി യൂണിയൻ അത് അതിശക്തമായി എതിർക്കും. അതിന് എല്ലാ പിന്തുണയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ടോയ്ലറ്റ് നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് നിർവഹിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് നിർവഹിച്ചു. ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹേഷ് കുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് ജയദാസ്, വൈസ് പ്രസിഡന്റ് സതീഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ VK കൃഷ്ണലീല സ്വാഗതവും പ്രധാനാധ്യാപിക S ശാന്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
മങ്കര കണ്ണമ്പരിയാരം PKNM JB സ്കൂളിൽ പുതിയ ശുചിമുറികൾ നിർമ്മിച്ചു. ശുചിമുറികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മങ്കര കണ്ണമ്പരിയാരം PKNM JB സ്കൂളിൽ ശുചിമുറികൾ നിർമ്മിച്ചത്. ശുചിമുറികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. സഹായത്തോടുകൂടി മങ്കര ഗ്രാമപഞ്ചായത്തിലെ ശുചിമുറികൾ ആവശ്യമായ വിദ്യാലയങ്ങളിലേക്ക് ശുചിമുറി നൽകുന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായാണ് കണ്ണമ്പരിയാരം സ്കൂളിലേക്ക് 3 ശുചിമുറികൾ അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വിദ്യാലയത്തിന് അത് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഈ ഫണ്ട് ഉപയോഗിച്ച് ഇത് നൽകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ പ്രാഥമിക കാര്യങ്ങൾ അവർ നിർത്താതെ അവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ജലം ഉൾപ്പെടെ മാനേജ്മെന്റും കൂടി സഹകരിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട്. വാർഡ് മെമ്പർ VP പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. AE ഷമീർ പദ്ധതി വിശദീകരിച്ചു. പ്രധാനാധ്യാപിക P സുചിത്ര, PTA പ്രസിഡന്റ് ശാരിക, MPTA പ്രസിഡന്റ് ശ്രീജിത, ശരത്, സ്കൂൾ മാനേജർ സുമജ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 17-ാം വയസ്സിൽ വിമാനം പറപ്പിച്ച് സ്വപ്ന തുല്യമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പറളി കിണാവല്ലൂർ സ്വദേശി M കണ്ണൻ. +2 പരീക്ഷ കഴിഞ്ഞയുടൻ തൃശൂരിലെ റയാൻ ഫ്ലൈയിംഗ് അക്കാദമിയിൽ പൈലറ്റ് പരിശീലനത്തിന് ചേർന്ന കണ്ണൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ വിമാനം പറപ്പിച്ച് യങ്ങസ്റ്റ് സ്റ്റുഡന്റ് പൈലറ്റ് എന്ന നേട്ടത്തിന് അർഹനായി കഴിഞ്ഞു. കാലാവസ്ഥാശാസ്ത്രം, എയർ റെഗുലേഷൻ, എയർ നാവിഗേഷൻ എന്നീ 3 പേപ്പറുകളിലെ പരീക്ഷ പാസ്സായാലാണ് പൈലറ്റ് പരിശീലനത്തിന് പ്രവേശനം ലഭിക്കുക. ക്ലാസ് 1, ക്ലാസ് 2 എന്നിങ്ങനെ 2 തരം മെഡിക്കൽ പരിശോധനയും പാസ്സാകേണ്ടതുണ്ട്. ഇതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയാണ് കണ്ണൻ പൈലറ്റ് പരിശീലനത്തിന് ചേർന്നത്. പരിശീലനത്തിനിടെ കണ്ണൻ്റെ മികവ് കണ്ടാണ് റയൻസ് എയർലൈൻ അക്കാദമിയിലെ ക്യാപ്റ്റൻ വികാസ് വിക്രം ദാസ് നായർ നോർത്ത് ആഫ്രിക്കയിലെ ട്യൂണീഷ്യയിലേക്ക് കണ്ണനെ റഫർ ചെയ്തത്. വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പോടുകൂടിയ പറക്കൽ പരിശീലനമാണ് ട്യൂണീഷ്യയിലെ സേഫ് ഫ്ലൈറ്റ് അക്കാദമി ഒരുക്കിയിരുന്നത്. 45 ദിവസത്തെ കോഴ്സിനൊടുവിൽ ഓഗസ്റ്റ് 24-നാണ് ഡയമണ്ട് BA-40 എയർക്രാഫ്റ്റ് എന്ന 4 സീറ്റുള്ള കൊച്ചു വിമാനം കണ്ണൻ വിജയകരമായി പറത്തിയത്. ഇതുവഴി ട്യൂണീഷ്യൻ എയർക്രാഫ്റ്റിൽ പറന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ബോയ് എന്ന നേട്ടമാണ് കണ്ണനെ തേടിയെത്തിയത്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉടൻ ലഭിക്കുമെന്ന് കണ്ണൻ്റെ പിതാവ് M മുകേഷ് പറഞ്ഞു. കൊമേഴ്സ്യൽ പൈലറ്റ് ട്രെയിനിങ്ങാണ് കണ്ണൻ നടത്തുന്നത്. പറളി ഹൈസ്കൂളിൽ +2 കഴിഞ്ഞ കണ്ണൻ മികച്ച ഷൂട്ടിംഗ് താരവുമാണ്. കണ്ണൻ്റെ സഹോദരൻ നന്ദനും യോഗയിലുൾപ്പെടെ വിവിധ ലോക റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. കണ്ണനെ അഭിനന്ദിക്കാൻ ഷൂട്ടിംഗ് താരം ഹംസ കൂറ്റനാടും സ്ഥലത്തെത്തിയിരുന്നു. കണ്ണന് ഉപഹാരം നൽകി അനുമോദിച്ചു. പറളി കിണാവല്ലൂർ വില്യങ്കാട്ടിൽ ഒറ്റമുറി ഷെഡിലാണ് ഈ 4-അംഗ കുടുംബത്തിൻ്റെ താമസം. റൈഫിൾ ഷൂട്ടിങ്ങിലായിക്കോട്ടെ, പിസ്റ്റളിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ച ആളാണ് നമ്മുടെ കണ്ണൻ. കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, കാർ ഓടിക്കാനുള്ള ലൈസൻസ് പോലും കണ്ണനില്ലാത്ത കണ്ണൻ ഇന്ന് ഫ്ലൈറ്റാണ് ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ 17 വയസ്സിൽ ഒരാൾ ഫ്ലൈറ്റ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ക്യാപ്റ്റൻ എന്നെ ഓൺ റിസ്കിലല്ല എന്നെ തുനീഷ്യ വരെ കൈ പിടിച്ച് കൊണ്ടുപോയി. ക്യാപ്റ്റനും എൻ്റെ കൂടെ വന്നു, കൊണ്ടുപോയി. അവിടെ പോയി 15 ദിവസം ക്യാപ്റ്റനും ഞങ്ങൾ അവിടെ താമസിച്ചു. പിന്നെ ക്യാപ്റ്റൻ എൻ്റെ കാര്യങ്ങളെല്ലാതും അവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ അടുത്ത് പറഞ്ഞ് ശരിയാക്കിയതിന് ശേഷം ക്യാപ്റ്റൻ തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ ഫ്ലൈ ചെയ്തു. അച്ഛൻ മുകേഷിനൊപ്പം അമ്മ KC സരിതയും മക്കളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി പ്രവർത്തക യോഗവും CR ജയൻ അനുസ്മരണവും ചെറുതുരുത്തിയിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ ഉദ്ഘാടനം ചെയ്തു. AKTA തൃശൂർ ജില്ലാ ട്രഷററായിരുന്ന CR ജയന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രവർത്തക യോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളികൾ അത് ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നാളുകളിൽ
നമ്മുടെ സംഘടന അല്ലെങ്കിൽ സംഘടനയുടെ കീഴിലുള്ള AKTA വാർഷിക സാന്ത്വന പദ്ധതിയായാലും നാം ഇപ്പോൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത വേൾഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ മാർക്കറ്റ് പിടിക്കാവുന്ന തലത്തിൽ ടൈലറിംഗ് ലേബർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയിട്ടുള്ള ടൈലർ ടച്ച് ബ്രാൻഡഡ് വസ്ത്രനിർമ്മാണ രംഗത്തേക്ക് നമ്മൾ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഏരിയ പ്രസിഡന്റ് MK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ഭാവി പ്രവർത്തനത്തെക്കുറിച്ച് MT രമ്യ വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് M ദാമോദരൻ, ഭാരവാഹികളായ രജനി, ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. VV ശാന്തി സ്വാഗതവും KV രജനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് കുടുംബ സംഗമം സെപ്റ്റംബർ 5 വാണിയംകുളം ലച്ചൂസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷൻ വിതരണം, യൂണിറ്റിലെ 400-ൽ കൂടുതൽ പേർക്ക് ഓണക്കോടി വിതരണം, സംസ്ഥാന ജില്ലാ നേതാക്കളെ ആദരിക്കൽ, മെമ്പർഷിപ്പ് ലിസ്റ്റ് പ്രകാശനം, കുടുംബ സഹായനിധിയുടെ പ്രഖ്യാപനം എന്നിവ കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങിയവർ പങ്കെടുക്കും. വ്യാപാരികളെ ആദരിക്കലും വ്യാപാരിക്ക് ഒരു വാർഷിക പെൻഷൻ കൊടുക്കുക, എല്ലാ മെമ്പർമാരെ ആദരിക്കുക എന്നുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ വാണിയംകുളം യൂണിറ്റിന് ഇല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ്. നമ്മൾ അധികാരത്തിൽ വന്ന ആ ടൈമിൽ തന്നെ ഒരു വ്യാപാരിയുടെ ഒരു വർഷം അല്ലെങ്കിൽ വർഷം തുടങ്ങുമ്പോൾ തന്നെ ആ ന്യൂ ഇയർ പരിപാടിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അന്നും ഇവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയായി മാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് TA മുഹമ്മദ് ഷാജഹാൻ, വൈസ് പ്രസിഡന്റുമാരായ TK വിനിൽകുമാർ, K പ്രദീപ് കുമാർ, ട്രഷറർ PT കൃഷ്ണകുമാർ, ജോയിന്റ് സെക്രട്ടറി P ജയകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി ഒന്നാങ്കല്ലിൽ താറാവുകൂട്ടിൽ നിന്ന് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. 18 കിലോയിലധികം തൂക്കമുള്ള പാമ്പിനെയാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടിയത്. ഒന്നാങ്കല്ല് സ്വദേശി കോട്ടിക്കൽ വീട്ടിൽ ഷാജിയുടെ പുരയിടത്തിൽ നിന്നാണ് ഞായറാഴ്ച രാത്രി നാട്ടുകാർ ചേർന്ന പാമ്പിനെ പിടികൂടിയത്. താറാവുകളുടെ കരച്ചിൽ കേട്ടെത്തിയ വീട്ടുകാരാണ് താറാവുകൂട്ടിൽ താറാവിനെ വിഴുങ്ങി ചുരുണ്ടുകിടക്കുന്ന പാമ്പിനെ കണ്ടത്. തുടർന്ന് മറ്റു താറാവുകളെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റി പാമ്പിനെ കൂട്ടിനകത്തിട്ട് പൂട്ടി. ഇതിനുശേഷം നാട്ടുകാരെത്തി പാമ്പിനെ പിടികൂടി പൂങ്ങോട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുകയായിരുന്നു. 18 കിലോയിലധികം തൂക്കം വരുന്ന പാമ്പിനെയാണ് പിടികൂടിയത്. ഇത് 5ാം തവണയാണ് ഈ ഭാഗത്ത് പെരുമ്പാമ്പുകളെ പിടികൂടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സർക്കാർ ലക്ഷണമൊത്ത അധോലോക സംഘമെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ഭരണപക്ഷ MLAയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടതു സർക്കാർ രാജിവെക്കണം. മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും മൗനം ദുരൂഹമെന്നും K സുരേന്ദ്രൻ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിനു മുമ്പ് നൽകണമെന്ന് കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU. ഇതുൾപ്പെടെ 8 ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധം. താലൂക്ക് ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. ഒറ്റപ്പാലം വരോട് ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ CPM നേതൃത്വം നൽകുന്ന ജനകീയ സമര സമിതി. പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയായ ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണം. 3, 4 തീയതികളിൽ ക്വാറിക്ക് മുന്നിൽ രാപ്പകൽ സമരം. ബൗദ്ധിക രക്തസാക്ഷികളുടെ സ്മരണയിൽ കുഴൽമന്ദത്ത് കേരള യുക്തിവാദി സംഘത്തിന്റെ സംവാദം. യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റി സംവാദം സംഘടിപ്പിച്ചത് തലമുറ വ്യത്യാസം, സംഘർഷവും സമന്വയവും എന്ന വിഷയത്തിൽ. തലമുറകൾ തമ്മിലുള്ള ആശയ സംഘർഷം കാലത്തിന്റെ അനിവാര്യതയെന്ന് വിലയിരുത്തൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.